ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് മത്തി നെത്തോലി ആട്ടോ കിട്ടിയത്. മത്തി വറുക്കാനും എടുക്കുക, അതുപോലെ നെത്തോലി കറി വയ്ക്കാനുമാണ് കേട്ടോ എടുത്തത്. മത്തിയിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി ആ മസാല മീനിലേക്ക് പിടിപ്പിച്ചു. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നെത്തോലി കറിക്കാണ്. ഞാൻ നെത്തോലി പച്ചയ്ക്കാട്ടോ അരയ്ക്കുന്നത്. അങ്ങനെ തേങ്ങ, ഉലുവ, പുളി, ഉള്ളി, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് അത് നമ്മളുടെ മീനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഉപ്പ് എന്നിവ ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ച് ഇതേ സമയം നമ്മളെ മത്തി ഞാൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. പച്ചക്കറിയായിട്ട് ഞാൻ അമരയ്ക്ക തോരനും ക്യാബേജ് തോരനാണ് വെച്ചത്. 2 തോരൻ വയ്ക്കാൻ നമ്മൾ റിച്ചൊന്നുമല്ല, പക്ഷേ ഇവിടെ അമരയ്ക്ക ഒറ്റ മനുഷ്യൻ എടുക്കത്തില്ല കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങിച്ച പച്ചക്കറിയല്ലേ, എന്നോടാണ് കളയും. ഞാൻ ചെറുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ അമരയ്ക്ക തോരനും വെച്ചു. അങ്ങനെ ഉച്ചത്തേക്ക് മത്തി വറുത്തതും ക്യാബേജ് തോരനും അതുപോലെ അമരയ്ക്കത്തോരനും പിന്നെ നമ്മൾ നെത്തോലി കറിയും അതുപോലെ തന്നെ ഒഴിച്ചു കൂട്ടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ മാമ്പഴ പുളിശ്ശേരി ആട്ടോ വെച്ചത്. ഈ മാമ്പഴ പുളിശ്ശേരിയോടെ കുറച്ച് വെള്ളരിക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരേ ഒരു മാമ്പഴമേ ഉണ്ടായിരുന്നു, അതെനിക്ക് വേണ്ടേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ് വെള്ളരിക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഒഴിച്ചുകൂട്ടാനും വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ.